പാവങ്ങൾക്ക് സാന്ത്വനമായി നിൽക്കുന്ന അമ്മേ, കടബാധ്യത മൂലം ജപ്തി ഭീഷണിയായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കണമേ. അമ്മേ വിശക്കുന്ന അമ്മ, എനിക്കറിയണ്ടാ. എനിക്കറിയണ്ടാ അമ്മേ. എനിക്കറിയണ്ടാ. എനിക്കിതാ അമ്മേ. മക്കളെ വഴക്കിടാതെ ഇത് വേവിച്ച് ഞാൻ തരാം. ഒന്ന് വെന്തോട്ടെ, ഗ്യാസും തീർന്നു പോയി, അതുകൊണ്ടല്ലേ. അങ്ങേർക്ക് ഇതൊന്നും അറിയണ്ട. കർത്താവേ, ഈ ബാങ്കുകാരെന്റെ വീടും കൊണ്ടുപോകുമല്ലോ. നാളെ പണമടച്ചില്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാധാരമായത് തന്നെ. ഈ നാടകമില്ലാത്ത സമയത്ത് 1,00,000 രൂപ ഞാൻ എവിടെ നിൽക്കാനാ? സാറാമ്മേ, എടി സാറാമ്മേ, അവളെ ഇനി പ്രേമിച്ച് വിളിച്ചാലേ അവളെ ഇങ്ങോട്ട് എഴുന്നള്ളത്തുള്ളൂ. കഷ്ടം. എന്താ, എന്തിനാ മനുഷ്യ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്? ഗ്യാസ് തിന്നിട്ട് എത്ര ദിവസമായെന്ന് വല്ല അറിയാവോ? പച്ച വിറകാണെ കത്തുന്ന പോലും ഇല്ല. നിന്റെ സൗന്ദര്യം കാണാൻ വിളിച്ചാലടി. ഞാനിവിടെ നിന്ന് കത്തുകയാണടി. എന്നെ എടുത്ത് അടുപ്പിൽ വെച്ചാൽ എല്ലാം വെന്ത് വെണ്ണീരായി കിട്ടും. എടീ, ഇത് കണ്ടോടി, ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വീട് ജപ്തി ചെയ്യാൻ അവർ വരും. 1,00,000 രൂപ പലിശ മാത്രം നാളെ തന്നെ അടച്ചാൽ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് ബാങ്ക് മാനേജർ സമ്മതിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വീട് വയ്ക്കാൻ ലോൺ എടുത്ത കാശ് കൊണ്ടാണോ നിങ്ങൾ നാടക ട്രൂപ്പ് തുടങ്ങിയത്? ഒരു നാടകമെങ്കിലും കളിക്കാൻ പറ്റിയോ? ശരിയാണ്. കഴിഞ്ഞ 3 വർഷമായി ഒരു നാടകം പോലും അവതരിപ്പിക്കാൻ കഴിയാതെ ഈ മേഖലയിലുള്ള എല്ലാവരും വളരെയേറെ കഷ്ടത അനുഭവിക്കുകയാണ്. 2 വർഷം സീസൺ മുഴുവൻ പേമാരി വന്ന് തകർത്ത് കളഞ്ഞു. ഈ വർഷം കൊറോണയും. അടുത്ത വർഷം ഏത് പിശാചാണോ ദൈവമേ നമ്മുടെ മേൽ ചാടി വീഴാൻ കാത്തിരിക്കുന്നത്? പലർക്കും അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ? അതെല്ലാം തിരികെ വാങ്ങിക്ക്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേവിച്ചു കൊടുക്കട്ടെ. ഇന്നലെ ഒന്നും കഴിക്കാതെ അവർ കിടന്ന് ഉറങ്ങിയത്. എവിടുന്നാ സാറാമ്മേ അരി കിട്ടിയത്? നമുക്ക് നിവൃത്തിയില്ലെങ്കിലും APL-കാരല്ലേ, മാസം അവസാനേ സൗജന്യ റേഷൻ കിട്ടും. ഏതായാലും ഞാൻ ആ നാടകത്തിനോടും സംവിധായകനോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നമുക്കൊന്ന് പള്ളി കയറിയിട്ട് പോവാം. എന്നെ കിട്ടില്ല പള്ളിയിൽ കയറാനും കുരിശു വരയ്ക്കാനും ഒന്നും. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നാ മാത്രം മതി. ഇപ്പൊ ഇരിക്കുന്ന നല്ലൊരു അച്ഛനാ. താൻ പോയി തന്റെ പണി നോക്കണോ, ഞങ്ങൾ ഇഷ്ടമുള്ളടത്ത് പോവും. പള്ളിയിലും അച്ഛനടുത്തൊന്നും പോകാൻ എന്നെ വിളിക്കരുത്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്തായാലും വാ. അച്ഛൻ അവിടെ നിപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ട് എന്നാ ഉടനെ ഇങ്ങോട്ട് തരും മുഴുവൻ കൂടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ രണ്ടാളും കൂടെ? മോളുടെ കല്യാണക്കാര്യം വല്ലതും ആണെങ്കിൽ കൂതാശമില്ലാതെ കുറിഞ്ഞാൻ തരില്ല. അതല്ലച്ചോ, അടുത്ത ആഴ്ച വീട് ബാങ്കുകാർ വന്ന് ജപ്തി എടുത്തോണ്ട് പോവും. 1,00,000 രൂപ നാളെ അടച്ചില്ലെങ്കിൽ ആകെ ഉള്ളൊരു കിടപ്പാട് നഷ്ടപ്പെട്ടു പോവും. 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ എടുക്കാനാ? വല്ല 10-20 ആയിരുന്നു നോക്കായിരുന്നു. മതി അച്ചു, തൽക്കാലം അത് കിട്ടിയാലും മതി. തൽക്കാലം അത് കൊടുത്തു പിടിച്ചു നിൽക്കാലോ. സാറാമ്മയുടെ സഹോദരന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാനും ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. സഫയ്ക്കെതിരെ നാടകം എഴുതി കളിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ബാങ്കിലെ കടം വീട്ടാമായിരുന്നല്ലോ. ഇങ്ങോട്ട് വാ. പുള്ളിയോട് കാശ് ചോദിച്ചു വന്നേക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പള്ളിയിലും പട്ടക്കാരന്റെ അടുത്തൊന്നും എന്നെ കൊണ്ടുപോകരുതെന്ന്. വല്ല ഗുണമുണ്ടായോ? വാ ഇങ്ങോട്ട്. പോയ കാര്യം എന്തായി? എന്തുണ്ടാകാൻ, എല്ലാവരും കൈമലർത്തി. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കിട്ടുമോ എന്നാണ് എല്ലാവരുടെയും ആലോചന. വല്ലതും വന്ന് കഴിക്ക്. നമുക്കൊന്ന് നിന്റെ ആങ്ങളെ പോയി കണ്ട് എന്തെങ്കിലും സഹായം ചോദിച്ചാലോ? പുള്ളിക്കാരൻ ഗൾഫിൽ നിന്നൊക്കെ വന്നിരിക്കുകയല്ലേ. കുറച്ചു ദിവസം ക്വാറന്റൈനിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്തുള്ള വസ്തു വാങ്ങുന്നതിനായി കരാർ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. എന്നെയും കൊള്ളില്ല, എന്റെ വീട്ടുകാരെയും കൊള്ളില്ല. അവരുടെ കാശ് കൊള്ളാം. നിന്റെയൊക്കെ കൂടെ ജീവിച്ചാൽ ഏത് പുരുഷനും ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ. പൊക്കോളൂ എന്റെ മുന്നിൽ നിന്ന്. കടം വാങ്ങിയ പൈസ തിരികെ തരാമെന്നാണല്ലേ? അത് മോളിക്കുട്ടിയെ ഏൽപ്പിച്ചു തരൂ. ഞാൻ അപ്പുറത്തെ പറമ്പ് വരെ പോവുക. ഞാൻ അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ടേ പോകാവുള്ളൂ.
ആ എന്നാ ശരി. എവിടെ കയറി പോകുന്നു? വാ നമുക്ക് വീട്ടിൽ പോവാം. എത്രയായി? ഇത് വെച്ചോ, ഇത്രേ ഉള്ളൂ. തന്റെ 100 ആർക്ക് വേണം? തന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. കളിക്കാതെ മോശം വെക്കണം. എന്തിനാ എന്നെ കയറി പിടിക്കുന്നത്? വിട്ടു പോടാവോ എന്ന്. എന്തിനാ എന്നെ കയറി പിടിക്കുന്നത്? ആരെങ്കിലും ഓർമ്മയുണ്ടോ എന്തിനാ ഈ പണി കാണിച്ച? അയ്യോ, വെള്ളം കൊടു. എന്ത് പണിയാണ് കാണിച്ചത്? കടം വന്ന ആത്മഹത്യയാണ് ഒരു പരിഹാരം. വീടിനെ കുറിച്ച് ഓർക്കണ്ടേ? പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ നോക്കിയല്ലേ വേണ്ടിയത്? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എന്റെ അവസ്ഥ എനിക്ക് അറിയാവുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് അറിയാവോ? എന്റെ കുട്ടികളെയൊക്കെ ഓർത്തിട്ടാണ്. എന്റെ ഭാര്യ വീട്ടുവേലക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്. ഈ മഹാമാരിയിൽ എല്ലാവരും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ തൊഴിൽ മേഖലകളും തുറന്നുകൊടുത്തു. എന്നാൽ നാടക കലാകാരന്മാരുടെ മേഖല മാത്രം ഒരു ഗതിയുമില്ലാതെ അനാഥ പ്രേതങ്ങളെ പോലെ നിലകൊള്ളുന്നു. അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഉത്സവങ്ങൾ ഇല്ലാതായതോടുകൂടി വേദികളെല്ലാം ശൂന്യവൽക്കരിക്കപ്പെട്ടു. നാടക കലാകാരന്മാരുടെ കുടുംബങ്ങൾ ഇല്ലായ്മയുടെ പടുകുഴിയിലേക്ക് വീഴുന്നു. ഗവൺമെന്റ് കാര്യമായി സഹായിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ കലാകാരന്മാരെല്ലാം ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു നിൽക്കും.